നമസ്കാരം. മെട്രോമാറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മോഹൻലാലിന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പലപ്പോഴും വലിയ തോതിൽ ചർച്ചയാകാറുണ്ട്. ലാലേട്ടൻ എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തെ സ്വന്തം വീട്ടിലെ ജ്യേഷ്ഠനായി കാണുന്നവരാണ് ആരാധകർ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ തുടങ്ങി എംപുരാനിൽ എത്തി നിൽക്കുമ്പോഴും സിനിമാ ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനായി തുടരുകയാണ് അദ്ദേഹം. സുചിത്രയുമായുള്ള വിവാഹത്തിന് മുൻപ് മോഹൻലാലിനെയും ഒപ്പം അഭിനയിച്ച പല നായകന്മാരെയും ചേർത്ത് പ്രണയ വാർത്തകളും വിവാഹ വാർത്തകളും അടക്കം പ്രചരിക്കുന്നത് പതിവായിരുന്നു. അത്തരത്തിലൊരു വാർത്തയായിരുന്നു രാജകുടുംബത്തിലെ നർത്തകിയായ യുവതിയുമായി ലാലിന്റെ മോതിരമാറ്റം കഴിഞ്ഞു വന്നത്. ഈ സംഭവം അതിന് പിന്നാലെ നടന്നത് എന്തെന്നും ഒരു അഭിമുഖത്തിന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിനിമാ ലേഖകനായ പല്ലിശ്ശേരി. പല്ലിശ്ശേരി പറയുന്നത് ഇങ്ങനെയാണ്: മോഹൻലാലിനെ കുറിച്ച് ഒരു വാർത്ത വന്നു. ഒരു രാജകുടുംബത്തിലെ നർത്തകിയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വാർത്ത. മോഹൻലാലും അവരും മോതിരം മാറി എന്നായിരുന്നു. മോഹൻലാലിന്റെ വിവാഹത്തിന് മുൻപാണ്. ആ വാർത്ത ശരിയല്ലെന്ന് താൻ പറഞ്ഞു. എന്നാൽ തനിക്ക് കിട്ടിയ വാർത്തയാണെന്നും ശരിയാണെന്നും MT പറഞ്ഞതിനാൽ അത് കൊടുത്തു. അത് കഴിഞ്ഞ് മോഹൻലാൽ ചൂടായിട്ട് വിളിച്ചു: എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്തും എഴുതാം, പക്ഷെ സിനിമാക്കാരി അല്ലാത്ത ഒരു സ്ത്രീയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. അന്നു മുതൽ എന്റെ സിനിമയുടെ പരസ്യങ്ങളൊന്നും നിങ്ങൾക്ക് തരില്ല, എന്റെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തമ്പി കണ്ണന്താനത്തിന്റെ പടം തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കുകയാണ്. കൊല്ലം മോഹനനായിരുന്നു തനിക്കൊപ്പം. മോഹൻലാലിന്റെ ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് മോഹനോട് പറഞ്ഞു. അപ്പോഴേക്കും ലാൽ തങ്ങളെ കണ്ടു. എന്റെ ഫോട്ടോ ആരും എടുക്കരുത്, എന്റെ ഫോട്ടോ കവറടിച്ച് ആരും കാശുണ്ടാക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ താനും അതുപോലെ ഉച്ചത്തിൽ പറഞ്ഞു: ഞാനാ ചിലവാക്കുന്നത് നടികളുടെ പടം ഇട്ടിട്ടാണ്. നിങ്ങളുടെ അഹങ്കാരം മാറ്റിവെക്ക്. 6 മാസം ഇനി നിങ്ങളുടെ പടം കവർ അടിക്കില്ല. പ്രശ്നം ഉണ്ടെങ്കിലും ലാൽ ദ്രോഹിക്കില്ല. അങ്ങനെ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട്. വേറൊരു വാർത്തയും വന്നു. അത് കുറച്ചുകൂടി രൂക്ഷമായിരുന്നു. കടത്തനാടൻ അമ്പാടി ഷൂട്ട് നടക്കുമ്പോൾ തന്നെ വിളിച്ചു. ലാൽ ഉള്ളതുകൊണ്ട് താൻ വരുന്നില്ലെന്ന് പറഞ്ഞു. എന്നാൽ വരൂ, പ്രശ്നമൊക്കെ തീർക്കാമെന്ന് പറഞ്ഞ് കൊണ്ട് താൻ പോയി. ലാൽ പറഞ്ഞു: എനിക്ക് പല്ലിശ്ശേരിയുടെ ഒരു പിണക്കവുമില്ല. ആ വാർത്ത പല്ലിശ്ശേരിക്ക് ആര് കൊടുത്തു അത് മാത്രം അറിഞ്ഞാൽ മതി. ലാലെ, അത് ഞാൻ പറയില്ല. അത് വിശ്വാസവഞ്ചനയാണ്. നിങ്ങളും മമ്മൂട്ടിയും ഒക്കെ തനിക്ക് വാർത്ത തന്നിട്ടുണ്ട്. ഇന്നേ വരെ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊച്ചിൻ ഹനീഫ വന്നു. ഇത് തീർക്കടേ എന്ന് പറഞ്ഞു. ഹനീഫയും ഞാനും സഹോദരന്മാരെ പോലെയാണ്. നിങ്ങളുടെ പേര് പറയട്ടെ ഞാൻ എന്ന് ഹനീഫയോട് ചോദിച്ചു. പേര് പറഞ്ഞാൽ ലാൽ പ്രതികാരം ചെയ്യുമെന്ന് എനിക്കറിയാം. അവസാനം ലാൽ പറഞ്ഞു: ആ പേര് വേറെ ഒരാളോട് പറയില്ല എന്ന്. നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയൂ. അങ്ങനെ താൻ ആളുടെ പേര് പറഞ്ഞു. അപ്പോൾ ലാൽ പറഞ്ഞു: അയാൾ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായിരുന്നു, പക്ഷെ ഊഹം വെച്ച് പറയാൻ പാടില്ലല്ലോ എന്ന്. അത് കഴിഞ്ഞ് കുറെ കാലത്തേക്ക് ആ നടൻ മോഹൻലാലിന്റെ പടത്തിൽ ഇല്ലായിരുന്നു. മോഹൻലാലിന്റെ സിനിമയിൽ സ്ഥിരമായി ഉണ്ടായിരുന്ന ഒരു നടനായിരുന്നു ലാൽ. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തും.